നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ MLA PA മാധവന്റെ സംസ്കാരം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കട്ടിലപ്പൂവം വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ സദസ്സ് സംഘടിപ്പിച്ചു. മഹിളാ ഐക്യവേദി ജില്ലാ കമ്മിറ്റി ലഹരിക്കെതിരെ മഹിളാ മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന ട്രഷറർ അഞ്ജലി വേണാട് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ജൂലൈ 3 മുതൽ 5 വരെ ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നു. തെക്കുംകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സേവൂർ ചുറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ MLA PA മാധവന്റെ സംസ്കാരം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. മുഖ്യമന്ത്രിക്ക് വേണ്ടി ADM റീത്ത് സമർപ്പിച്ചു. മന്ത്രി OJ ജനീഷ്, ഷാഫി പറമ്പിൽ MP, മേയർ, മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ എന്നിവർ സന്നിഹിതരായിരുന്നു. ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കട്ടിലപ്പൂവം വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ സദസ്സ് സംഘടിപ്പിച്ചു. വായനശാല പ്രസിഡന്റ് AA ചാക്കോയുടെ അധ്യക്ഷതയിൽ ഒല്ലൂക്കര ബ്ലോക്ക് വയോമിത്രം ക്യാമ്പ് കോർഡിനേറ്റർ സിസ്റ്റർ സ്മിത ലഹരി വിരുദ്ധ സന്ദേശം നൽകി. സിസ്റ്റർ ഏലിക്കുട്ടി വെള്ളാരത്തിൽ ആശംസകൾ അറിയിച്ചു. വായനശാല സെക്രട്ടറി ജിബു കൊട്ടാരത്തിൽ നന്ദി രേഖപ്പെടുത്തി. മഹിളാ ഐക്യവേദി ജില്ലാ കമ്മിറ്റി ലഹരിക്കെതിരെ മഹിളാ മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന ട്രഷറർ അഞ്ജലി വേണാട് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഷൈന പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. KP ശശികല മുഖ്യപ്രഭാഷണം നടത്തി. ലഹരി വിരുദ്ധ ജനകീയ ഒപ്പുശേഖരണം നടത്തി കളക്ടർക്ക് നിവേദനത്തിനൊപ്പം സമർപ്പിച്ചു. ജനറൽ സെക്രട്ടറി ഷീന ശിവദാസൻ സ്വാഗതവും ട്രഷറർ ഉദയശങ്കർ നന്ദിയും അറിയിച്ചു. നടപടി വേണം, നടപടി വേണം, നടപടി വേണം. അമ്മമാരെ, സഹോദരിമാരെ, അമ്മമാരെ, സഹോദരിമാരെ, ലഹരിക്കെതിരെ ഒന്നിക്കാം, ലഹരിക്കെതിരെ ഒന്നിക്കാം, ലഹരിക്കെതിരെ ഒന്നിക്കാം, ലഹരിക്കെതിരെ ഒന്നിക്കാം. ലഹരി ശൃംഖല തകർത്തിയിടും, ലഹരി ശൃംഖല തകർത്തിയിടും. നമ്മുടെ നാടിനെ രക്ഷിക്കൂ, നമ്മുടെ നാടിനെ രക്ഷിക്കൂ. ലഹരി ശൃംഖല ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ജൂലൈ 3 മുതൽ 5 വരെ ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നു. 3-ാം തീയതി രാവിലെ 10:30 മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ MLA രാജൻ ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒല്ലൂക്കര പഞ്ചായത്തിന്റെ വിവിധ പരിധിയിലുള്ള കർഷകരെയും ഉൽപാദകരെയും സംരംഭകരെയും ഉൾപ്പെടുത്തി ജൂലൈ 3, 4, 5 തീയതികളിൽ മണ്ണുത്തി മഹാത്മാ സ്ക്വയറിൽ ഞാറ്റുവേല ചന്ത നടത്തുന്നുവെന്ന് ഭരണസമിതി പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അറിയിച്ചു. കർഷകർ, കർഷക കൂട്ടായ്മകൾ, കൃഷിയുമായി ബന്ധപ്പെട്ട ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനങ്ങൾ, കുടുംബശ്രീ, സ്വയം സഹായ സംഘങ്ങൾ എന്നിവയുടെ സ്റ്റാളുകൾ പരിപാടിയുടെ ഭാഗമായി ഒരുക്കും. യാതൊരുവിധ ഫീസും ഈടാക്കുന്നില്ല. സന്ദർശനവും സൗജന്യമാണ്. കാർഷിക മേഖലയെ പ്രോത്സാഹിപ്പിക്കാൻ പിന്തുണ നൽകുന്നതിന്റെ ആദ്യ ചുവടുവെപ്പായാണ് ഞാറ്റുവേല ചന്ത. കാർഷിക മേഖലയിലെ വിദഗ്ധർ നയിക്കുന്ന ക്ലാസുകളും സംശയ നിവാരണത്തിന് ഹെൽപ്പ് ഡെസ്കും ഉണ്ടായിരിക്കും. ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം 3-ാം തീയതി രാവിലെ 10:30 MLA K രാജൻ നിർവഹിക്കും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ് അധ്യക്ഷത വഹിക്കും. പ്രസിഡന്റുമാർ, ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ എന്നിവരും പങ്കെടുക്കും. ബ്ലോക്ക് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് മാത്യു നൈനാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KA അബൂബക്കർ, സെക്രട്ടറി ലൌലി, അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് അസിസ്റ്റന്റ് ഓഫീസർ രമ്യ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ വിനി ഉണ്ണികൃഷ്ണൻ, രാജി ഗരീജ, അഖിൽ PS, ജെയ്മി ജോർജ് എന്നിവർ പങ്കെടുത്തു. തിരുവാതിര ഞാറ്റുവേല എന്ന് പറയുന്നത് ഇത്തരം അറിവുകൾ പുതുതലമുറയിലെ കർഷകരിലേക്ക് ഈ അറിവുകളൊക്കെ എത്തിക്കുന്നതിന് ആയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ചന്തയിൽ വെച്ച് 3 ദിവസങ്ങളിലായി നല്ല ഇനം തൈകളെ പരിചയപ്പെടുത്തുകയും അവരുടെ വിൽപ്പനയും
അതുപോലെ തന്നെ നൂതനമായ കൃഷിരീതികളെ പറ്റിയുള്ള ക്ലാസ്സുകളും കാർഷിക ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളെയും പരിചയപ്പെടുത്തലും അവർക്ക് ഒരു വിപണി ഒരുക്കലും കുടുംബശ്രീ സംരംഭകർക്ക് ഒരു പുതിയ പരിചയപ്പെടുത്തലും അതുപോലെ തന്നെ അവരുടെ വിപണിയും ചെറുകിട സംരംഭകരെ പരിചയപ്പെടുത്തുക, കൃഷി സംബന്ധമായ സംശയ നിവാരണത്തിനുള്ള അവസരങ്ങൾ, അതുപോലെ ഇപ്പൊ പുതിയതായിട്ടുള്ള സബ്സിഡി സ്കീമുകൾ, അതുപോലെ ബാങ്ക് സഹായങ്ങൾ എന്നിവയെ പറ്റിയുള്ള അവബോധം, പുതിയ കാർഷിക ഉപകരണങ്ങളെ പറ്റിയുള്ള പരിചയപ്പെടുത്തൽ, വിദ്യാർത്ഥികൾക്ക് ഞാറ്റുവേല ചന്ത സന്ദർശിക്കുന്നതിനുള്ള അവസരം, അങ്ങനെ വിവിധങ്ങളായ ഘടകങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് ഈ 3 ദിവസത്തെ ഞാറ്റുവേല ചന്ത നമ്മൾ സംഘടിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. തുടർന്ന് ഇതിന്റെ സാധ്യതകൾ നമ്മൾ പരിശോധിച്ചുകൊണ്ട് തെക്കുംകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ശാന്ത ഉണ്ണികൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷയായിരുന്നു. മച്ചാട് സ്കൂളിലെ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് മുഖ്യാതിഥിയായി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ TV സുനിൽകുമാർ, O ശ്രീകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് EN ശശി, മെമ്പർമാരായ PA രജനി, VG ജയസൂര്യ, VC സുനിമോൾ, അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് പൂമര എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ V അഞ്ജലി സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ MA ശാന്തി നന്ദിയും അറിയിച്ചു. തിരുവാതിര ഞാറ്റുവേല 2 ദിവസം കൂടി ഉണ്ടെന്നാണ് ശശിയേട്ടൻ പറഞ്ഞത്. അപ്പൊ ഞാറ്റുവേലയുടെ ഒരു അവസാനത്തിലേക്കാണ്. സ്വാഭാവികമായും നമുക്കറിയാം, കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഭാഗമായി മഴയുടെ തോത് വ്യത്യസ്ത നിലയിലാണ്. ഞാറ്റുവേലയിൽ പെയ്തു പോകേണ്ട മഴ ഇപ്പൊ പെയ്തു പോയിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്ത് പെയ്യുന്ന മഴയുടെ തീവ്രത വ്യത്യസ്ത അളവിലാണ്. അത് ശക്തമായ മഴ എന്ന നിലയിൽ വലിയ രീതിയിൽ മേഘവിസ്ഫോടനം പോലെയുള്ള സംഭവങ്ങൾ തുടർച്ചയായി രൂപപ്പെടാൻ ഇടയുള്ള നിലയിലുള്ള ചൂടാണ് കഴിഞ്ഞ വേനൽക്കാലത്ത് നമുക്ക് അനുഭവപ്പെട്ടത്. സ്വാഭാവികമായും കർഷകർ എന്ന രീതിയിൽ കാലാവസ്ഥയെ നോക്കി അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള വിളവിറക്കലും വിളവെടുക്കലും ഒക്കെ തന്നെ വളരെ പ്രാധാന്യമുള്ള കേരളത്തിൻ്റെ കാർഷിക സംസ്കാരത്തിന് ഈ കാലാവസ്ഥാ വ്യതിയാനം ചില വെല്ലുവിളികൾ ഉയർത്തിയിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം. തീർച്ചയായും കൃഷി വകുപ്പും ഗവൺമെന്റും ഈ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കത്തക്ക രീതിയിലുള്ള കാർഷിക രീതികൾ രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ അന്വേഷണത്തിലാണ്, വലിയ പരീക്ഷണത്തിലാണ്. അത് രൂപപ്പെടുത്തി എടുക്കേണ്ടതുണ്ട് എന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷക്കാലത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുവായ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട് നാം കാണേണ്ടത് എന്നുകൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് നമ്മുടെ ഈ ഞാറ്റുവേല ചന്ത ആവേശകരമായ കൃഷിക്കാരാകെ ഏറ്റെടുത്ത ഈ തെക്കിങ്കര ഗ്രാമപഞ്ചായത്തിൻ്റെ ഞാറ്റുവേല ചന്ത ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ച് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചുകൊണ്ട് എല്ലാവരും നോക്കട്ടാ. ആറടെ VBG റാംജി സമാരംഭം വിളംബരം ചെയ്ത് പാണഞ്ചേരി പഞ്ചായത്തിൽ ജൻ ഗ്രാമസഭ സംഘടിപ്പിച്ചു. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഉപേക്ഷിച്ചതിനു ശേഷം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന VBG റാംജി പദ്ധതിയുടെ ഉദ്ഘാടനം വ്യാഴാഴ്ച രാവിലെ 11 മണിക്ക് ആന്ധ്രാപ്രദേശിൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് നിർവഹിച്ചു. പാണഞ്ചേരി പഞ്ചായത്തിൽ അതേസമയമായിരുന്നു ജൻ ഗ്രാമസഭ സംഘടിപ്പിച്ചത്. സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് തേനാംപറമ്പിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് KP ചാക്കോച്ചൻ ജൻ ഗ്രാമസഭയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഴയ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് നിരവധി മാറ്റങ്ങൾ വരുത്തിയാണ് പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത്. 100-ൽ നിന്ന് 125 തൊഴിൽ ദിനങ്ങളാക്കി. തൊഴിലാളികളുടെ ദിവസവേതനം 401 വർദ്ധിപ്പിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് ഹ്യൂബർട്ട്, സോഫി ജിജി, ഡീനാമോൾ, കൃഷ്ണേന്ദു പ്രശാന്ത്, ജിജി MM, കൃപ CK, സന്ധ്യ ടീച്ചർ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഹരികുമാർ, സ്റ്റാഫുകൾ, വിവിധ വാർഡുകളിലെ മേറ്റുമാർ എന്നിവരും പങ്കെടുത്തു.
എല്ലാവർക്കും മനസ്സിലായില്ലേ 1-ാം തീയതി മുതൽ. കാരണം നമ്മൾ ജൂൺ 30 കൂടി നിലവിൽ നമുക്കുണ്ടായിരുന്ന മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളത് അത് നമുക്ക് നിർത്തലാക്കി. പിന്നെ ജൂലൈ 1 മുതൽ നമ്മൾ പുതിയ പദ്ധതി ആരംഭിക്കുകയാണ്. എന്നിട്ട് പിന്നെ 2-ാം തീയതി അത് ദേശീയ തലത്തിലുള്ള ഉദ്ഘാടനമാണ്. അപ്പം നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ വെച്ച് നോക്കുമ്പോൾ അധികം മാറ്റങ്ങളൊന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. എന്നാലും നമ്മൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിന്റെ ലക്ഷ്യങ്ങളും മാറുന്നത് അത് കുറച്ച് ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒന്ന് എന്താണെന്ന് വെച്ചാൽ ഗ്രാമീണ വികസനത്തെ വികസിത ഭാരത് 2047 എന്ന ദേശീയ കാഴ്ചപ്പാടുമായി യോജിപ്പിക്കുക എന്നതാണ് നമ്മുടെ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനായി ഗ്രാമീണ കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ അംഗങ്ങൾ അതിവിദഗ്ധ കൈകാര്യം ചെയ്യാൻ സന്നദ്ധരായാൽ ഓരോ സാമ്പത്തിക വർഷത്തിലും 125 ദിവസത്തെ നിയമപരമായ വേതന തൊഴിലുറപ്പ് നൽകുന്നു. നമുക്ക് ഇത്ര നാള് 100 ദിവസമായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് 200 തൊഴിൽ ദിനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് 125 തൊഴിൽ ദിനമാണ് ഇതിന്റെ നമുക്ക് ഒരു മാറ്റം എന്ന് പറയുന്നത് നമുക്ക് കാണുന്നത്. പൊതുമരാമത്ത് പ്രവർത്തികളിലൂടെ വികസിത ഭാരത ദേശീയ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ ശൃംഖല രൂപപ്പെടുത്തുക. ഇതിനാണ് പ്രധാനമായിട്ടും പ്രാധാന്യം നൽകുന്നതിന്. അതായത് ജലസുരക്ഷ ഉറപ്പാക്കുന്ന ജലസംബന്ധമായ പ്രവൃത്തികൾ, അടിസ്ഥാന ഗ്രാമീണ സൗകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, അതിതീവ്ര കാലാവസ്ഥ ദുരന്തങ്ങൾ ലഘൂകരിക്കുന്ന പ്രവൃത്തികൾ, ഇതെല്ലാം നമ്മളോട് കറക്റ്റായിട്ട് ഇതൊക്കെ പ്രവൃത്തികളാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ. സർക്കാർ തലത്തിലെ ചർച്ച പരാജയപ്പെട്ടതോടെ സമരം തുടർന്ന് തൃശൂർ അമല ജൂബിലി ആശുപത്രികളിലെ നഴ്സുമാർ. സർക്കാർ ഉത്തരവിറക്കാതെ 1 രൂപ പോലും കൂട്ടി നൽകില്ലെന്ന നിലപാടിലാണ് ആശുപത്രി മാനേജ്മെന്റുകൾ. ഇതോടെ മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. ഒപ്പം വീണ്ടും ചർച്ച വിളിച്ച് സമരം ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമം നടത്തുമെന്നും തൊഴിൽ ആരോഗ്യമന്ത്രിമാർ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന് ഉറപ്പു നൽകി. നീതി ലഭിക്കും വരെ ശക്തമായ സമരം തുടരുമെന്ന തീരുമാനത്തിലാണ് UNA. നിലവിൽ തൃശൂർ കളക്ടറേറ്റിന് മുന്നിലാണ് സമരം. കനത്ത മഴയും വെയിലും സമരാവേശത്തിന് മങ്ങലേൽപ്പിച്ചിട്ടില്ല. കോരിച്ചൊരിയുന്ന മഴയിൽ കോട്ടും കുടയുമായി നിന്ന് 100 കണക്കിന് നഴ്സുമാർ സമരം ചെയ്യുന്നു. ഡിജിറ്റൽ റീസർവേയിൽ താൽക്കാലികമായി നിയമിച്ചവർക്ക് ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ച് ജീവനക്കാർ കൂട്ടവധിയെടുത്ത് കളക്ടറേറ്റിന് മുൻപിൽ പ്രതിഷേധ ധർണ നടത്തി. കഴിഞ്ഞ 3.5 മാസമായി ജില്ലയിൽ സർവേയർമാർക്കും ഹെൽപ്പർമാർക്കും ശമ്പളം നൽകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ധർണ. ശമ്പള കുടിശ്ശിക മുഴുവനായി അനുവദിക്കുക, കരാർ കാലാവധി തുടർച്ചയായി പുതുക്കുക, അനാവശ്യമായി ഒഴിവാക്കാതിരിക്കുക, കരാർ ജീവനക്കാരുടെ സേവനത്തിന് ജോലി സുരക്ഷ ഉറപ്പാക്കുക, സമയബന്ധിതമായി ശമ്പളം നൽകുക, കൃത്യസമയത്ത് ജോലി കൃത്യത വയ്ക്കുക, മുടങ്ങിയ ശമ്പളം ഒരുമിച്ച് നൽകാൻ നടപടിയെടുക്കുക എന്നിവ ആവശ്യങ്ങൾ ഉന്നയിച്ച് അതുൽജിത് TR, ആദിത്യരാജ്, അശ്വതി നന്ദകുമാർ, ബാബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. റോട്ടറി ഡിസ്ട്രിക്ട് 3205 ആദ്യ പ്രോജക്റ്റായ ഗിഫ്റ്റ് ഓഫ് ഹോപ്പ് പ്രൊജക്ടുകളുടെ ഭാഗമായി നടന്ന ഡയാലിസിസ് കിറ്റുകളുടെ വിതരണം റോട്ടറി തൃശൂർ എലൈറ്റ് ക്ലബിന്റെ പ്രസിഡന്റ് ആന്റണി VJ അശ്വിനി ആശുപത്രിക്ക് നൽകിക്കൊണ്ട് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ഡിസ്ട്രിക്ട് ഡയറക്ടർ രാജഗോപാൽ, അസിസ്റ്റന്റ് ഗവർണർ അഡ്വക്കേറ്റ് വിഷ്ണു ഹരി, ക്ലബ് സെക്രട്ടറി ടിൻഡോ ജോസ്, അസിസ്റ്റന്റ് ഗവർണർമാരായ ബിജു അമ്പഴക്കാടൻ, രാജീവ് കുമാർ, മറ്റ് ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. 20 പേർക്കുള്ള ഡയാലിസിസ് കിറ്റുകളാണ് വിതരണം ചെയ്തത്. അമല മെഡിക്കൽ കോളേജിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനിന്റെ ഭാഗമായി ഡോക്ടേഴ്സ് ദിനത്തിൽ നടത്തിയ ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരത്തിന്റെ ഉദ്ഘാടനം ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ നിർവഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ബെറ്റ്സി തോമസ്, കമ്മ്യൂണിറ്റി മെഡിസിൻ മേധാവി ഡോക്ടർ CR സാജു എന്നിവർ പ്രസംഗിച്ചു. അനാട്ടമി വിഭാഗം 1ാം സമ്മാനവും ഫാർമക്കോളജി വിഭാഗം 2ാം സമ്മാനവും നേടി. ദിനാചരണത്തിന്റെ ഭാഗമായി ഡോക്ടർമാർ രക്തദാനം നടത്തി. 26,000 രൂപയടങ്ങിയ പേഴ്സ് ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ച് ലോട്ടറി കച്ചവടക്കാരൻ. സ്കൂട്ടറിൽ ലോട്ടറി കച്ചവടം ചെയ്യുന്ന കാര്യട്ടുകര സ്വദേശി ജോസ് സ്കൂട്ടറിൽ പോകുമ്പോഴാണ് വടൂക്കര മുസ്ലിം പള്ളിക്ക് സമീപം പേഴ്സ് കിടക്കുന്നത് കണ്ടത്. ഏറെ കനമുള്ള പേഴ്സ് തുറന്നു നോക്കിയപ്പോൾ നിറച്ചും പണം. ആരുടേതെന്ന് ചോദിച്ചറിയാൻ ആരെയും കണ്ടില്ല. നേരെ നെടുപുഴ സ്റ്റേഷനിലെത്തി കാര്യം അറിയിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ പേഴ്സ് പരിശോധിച്ചപ്പോൾ 26,000 രൂപയും ലൈസൻസും പേഴ്സിലുണ്ടായിരുന്നു. ലൈസൻസിലെ അഡ്രസ് പ്രകാരം ഉടമസ്ഥനെ അന്വേഷിക്കുന്നതിനായി ഫോണിൽ ബന്ധപ്പെട്ട് വീട്ടിലേക്കുള്ള വഴി അന്വേഷിക്കുന്നതിനിടയിൽ പേഴ്സിന്റെ ഉടമസ്ഥൻ കുറുക്കഞ്ചേരി മനവഴിയിലുള്ളൊരു ബിസിനസ്സുകാരൻ പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായി സ്റ്റേഷനിലേക്ക് ഓടിയെത്തി. തന്റെ നഷ്ടപ്പെട്ട പേഴ്സ് തിരിച്ചറിഞ്ഞ പേഴ്സിന്റെ ഉടമസ്ഥൻ ജോസിനോട് നന്ദി പറയുകയും നെടുപുഴ പോലീസ് സ്റ്റേഷൻ SHO കിരണിന്റെ സാന്നിധ്യത്തിൽ ജോസ് പേഴ്സിന്റെ ഉടമസ്ഥന് കൈമാറുകയും ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരും ജോസിന്റെ സൽപ്രവൃത്തിക്ക് നന്ദി അറിയിച്ചു. ലോട്ടറി കച്ചവടക്കാരനായ ജോസ് ഉടമസ്ഥനെ തിരിച്ചേൽപ്പിച്ചതിലുള്ള ആത്മനിർവൃതിയിലാണ് സ്റ്റേഷനിൽ നിന്ന് മടങ്ങിയത്. ഇടവേള.
MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ജനറൽ പ്രാക്ടീഷണർ ആൻഡ് പ്രമേഹ രോഗ വിദഗ്ധൻ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 8:45 മുതൽ 10:45 വരെ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. വാർത്തകൾ തുടരുന്നു. തൃശൂർ ലയൺസ് ക്ലബ് 200 തൂഫാൻ വാരിയർ ബാഡ്ജുകൾ തൃശൂർ സിറ്റി പോലീസിന് കൈമാറി. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPS, തൃശൂർ ലയൺസ് ക്ലബ് ഭാരവാഹികളായ ലയൺസ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് കെ വാര്യർ, പ്രസിഡന്റ് ബിജോയ് ജോയ്, സെക്രട്ടറി A രാമചന്ദ്രൻ, ട്രഷറർ ബിജു S നായർ എന്നിവരിൽ നിന്ന് സ്വീകരിച്ചു. തെരഞ്ഞെടുത്ത തൂഫാൻ വാരിയറുകൾക്ക് അടുത്ത ദിവസം നടക്കുന്ന ചടങ്ങിൽ ബാഡ്ജുകൾ വിതരണം ചെയ്യുമെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ആർ ദേശ്മുഖ് IPS അറിയിച്ചു. കേരള വാട്ടർ അതോറിറ്റി 30ാം സംസ്ഥാന സമ്മേളനം ജൂലൈ 5 രാവിലെ 9:30 റീജിയണൽ തിയേറ്ററിൽ മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പ്രസിഡന്റും KG മന്മഥൻ നായർ അധ്യക്ഷത വഹിക്കും. MLA രാജൻ J പല്ലൻ മുഖ്യാതിഥിയാകും. CV കുര്യാക്കോസ്, PA സുമ, രേഖ P നായർ, TC വർഗീസ് എന്നിവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ P കൃഷ്ണൻകുട്ടി നായർ, KG രാമചന്ദ്രൻ, CK സുധാകരൻ, VR ലളിതകുമാരി, CK സജി എന്നിവർ പങ്കെടുത്തു. സോഷ്യൽ മീഡിയയിൽ 500ാം ലക്കത്തിലെത്തിയ കവി രാവുണ്ണി തെരഞ്ഞെടുത്ത കവിതകളുടെ ആഘോഷം ജൂലൈ 5 9 മണി മുതൽ 5 മണി വരെ സാഹിത്യ അക്കാദമി ഹാളിൽ നടത്തും. പ്രമുഖ സാഹിത്യ പ്രതിഭകളും കാവ്യശിഖ അംഗങ്ങളും സാംസ്കാരിക പ്രവർത്തകരും സഹൃദയരും പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജയറാം വാഴൂർ, സുഭാഷിണി മഹാദേവൻ, K സുധാകരൻ, MP അജയ് ഘോഷ്, ചാക്കോടി അന്തിക്കാട് എന്നിവർ പങ്കെടുത്തു. വന്യവിസ്മയങ്ങളുടെ കാനന കാഴ്ചകളൊരുക്കി ഒളകര വനം വകുപ്പിന്റെ ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. കാട്ടുപട്ടിയും ആനയും കടുവയും മൂങ്ങയും ചിത്രശലഭങ്ങളും തുടങ്ങി വിവിധങ്ങളായ പക്ഷികളും വേറിട്ട കാഴ്ചകളായി. വനമഹോത്സവത്തിന്റെ ഭാഗമായി പീച്ചി വന്യജീവി ഡിവിഷനിലെ ഒളകര ഫോറസ്റ്റ് സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിലാണ് വനം വന്യജീവി പരിസ്ഥിതി ഫോട്ടോ എക്സിബിഷൻ സംഘടിപ്പിച്ചത്. പന്തലാംപാടം മേരിമാത ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിപാടി വൃക്ഷത്തൈ നട്ടുകൊണ്ട് അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ V അജയ് ഘോഷ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആൻസൺ മേച്ചേരി അധ്യക്ഷത വഹിച്ചു. പീച്ചി അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ TN രാജേഷ് വനമഹോത്സവ സന്ദേശം നൽകി. കണ്ണമ്പ്ര പഞ്ചായത്ത് അംഗം കുഞ്ഞമ്മ പീറ്റർ, ഒളകര ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, സ്കൂൾ ഹെഡ്മിസ്റ്റർ സ്വപ്ന ജോസഫ്, NHSP സെക്രട്ടറി ലതിക ആനോത്ത്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരായ KL ലിൻഡോ, EP പ്രതീഷ്, ഫോട്ടോഗ്രാഫർമാരായ നന്ദൻ കോട്ടായി, ഡോക്ടർ വിവേക് വൈദ്യനാഥൻ എന്നിവർ സംസാരിച്ചു. നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഓഫ് പാലക്കാടിന്റെ സഹകരണത്തോടെ നടന്ന പ്രദർശനത്തിൽ 400-ലധികം ഫോട്ടോകൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 1000-ലധികം പേർ പ്രദർശനം കാണാനെത്തി. പുത്തൂർ ഫൊറോന പള്ളിയിൽ ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ. രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജോജു പനക്കൽ കാർമ്മികത്വം വഹിക്കും. 10:30 ആഘോഷമായ ദിവ്യബലിക്ക് ഫാദർ സെബി വെളിയനായിരിക്കും മുഖ്യ കാർമ്മികൻ. ഫാദർ തോമസ് പൂപ്പാടി തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് പ്രദക്ഷിണം, നേർച്ച വിതരണം ഫൊറോന വികാരി ഫാദർ ജോജു പനക്കൽ നിർവഹിക്കും. അസിസ്റ്റന്റ് വികാരി ഫാദർ മൈക്കിൾ തോട്ടുവായ്ക്കുളം, കൈക്കാരന്മാരായ സണ്ണി ജോസ് മാളിയക്കൽ,
വർഗീസ് കൊഴുക്കുള്ളിക്കാരൻ, സ്റ്റാൻലി കാട്ടുമാത്ത്, വിജീഷ് അറങ്ങാശ്ശേരി എന്നിവർ നേതൃത്വം നൽകുന്നു. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ പണയം വെച്ച ഭൂമിയിൽ നിന്ന് 7 സെന്റ് ഭൂമി ബാങ്ക് സ്വകാര്യ വ്യക്തിക്ക് കള്ള ആധാരം ഉണ്ടാക്കി വിറ്റതിൽ പ്രതിഷേധിച്ച് ഭൂ ഉടമയുടെ മകൾ ജൂലൈ 3-ന് പഞ്ചാബ് നാഷണൽ ബാങ്ക് പുതുക്കാട് ശാഖയ്ക്ക് മുന്നിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുമെന്ന് മകൾ കുഞ്ഞുമോൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5.25 സെന്റ് ഭൂമി ബാങ്ക് എടുത്ത ശേഷം ബാക്കി ഭൂമിയുടെ രേഖ തിരികെ നൽകുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ചാണ് നിരാഹാര സമരം. വാർത്താസമ്മേളനത്തിൽ ടി.കെ. മുകുന്ദൻ, ജോൺസൺ പുല്ലൂത്തി, ഷാജഹാൻ, ഷൈനി എന്നിവരും പങ്കെടുത്തു. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി, ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. തളിക്കുളത്ത് വീട്ടുമുറ്റത്ത് പടക്കമെറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ബഗീഷും ശ്രീജിത്തും റിമാൻഡിലായി. തൃശൂർ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. നമ്പിക്കടവ് സ്വദേശി പൂരാടൻ വീട്ടിൽ ബഗീഷ്, തന്നിപ്പാറൻ വീട്ടിൽ ശ്രീജിത്ത് എന്നിവരെ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി പി പ്രമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. ലോട്ടറി വാങ്ങാനെന്ന വ്യാജേന എത്തി വിൽപ്പനക്കാരെ കബളിപ്പിച്ച് ടിക്കറ്റുകൾ കവർച്ച ചെയ്ത ചൊവ്വലൂർ പുളിച്ചാരം വീട്ടിൽ കബീറിനെ പിടികൂടി. അന്തിക്കാട് സ്വദേശികളായ ഭിന്നശേഷിക്കാരായ ലോട്ടറി വിൽപ്പനക്കാരായ നടരാജൻ, പ്രിയ എന്നിവരിൽ നിന്നാണ് ഇയാൾ ടിക്കറ്റുകൾ കവർച്ച ചെയ്തത്. ടിക്കറ്റ് വാങ്ങാനെന്ന വ്യാജേന ലോട്ടറികൾ വാങ്ങി പണം നൽകാതെ കടന്നുകളഞ്ഞു. പ്രതിയെക്കുറിച്ച് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖാചിത്രം തയ്യാറാക്കി ശാസ്ത്രീയ പരിശോധനയിലാണ് ഗുരുവായൂരിലുണ്ടെന്ന് കണ്ടെത്തി പിടികൂടിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസം അന്തരിച്ച മുൻ MLA PA മാധവന്റെ സംസ്കാരം തൃശൂർ പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കട്ടിലപ്പൂവം വായനശാലയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശ സദസ്സ് സംഘടിപ്പിച്ചു. മഹിളാ ഐക്യവേദി ജില്ലാ കമ്മിറ്റി ലഹരിക്കെതിരെ മഹിളാ മുന്നേറ്റം എന്ന മുദ്രാവാക്യം ഉയർത്തി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന ട്രഷറർ അഞ്ജലി വേണാട് ഉദ്ഘാടനം ചെയ്തു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് ജൂലൈ 3 മുതൽ 5 വരെ ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നു. തെക്കുംകര പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്ത പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സേവൂർ ചുറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.